ടാറ്റ പ്രൈമ LX. അതെ, റോഡ് നല്ലതാണെങ്കിൽ വേറെ വിഷയം. വണ്ടി ഓടിക്കാൻ ആഗ്രഹം, ബൈക്ക് റൈഡ് ഓഫ് റോഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൊളി സ്ഥലം, ഒരു രക്ഷ. എക്സ്പൾസ് അമ്മേ സെറ്റ്. അയ്യോ, കോതയാർ. കോതയാർ ഇവിടെ ബോർഡ് കാണും. പേച്ചിപ്പാറ 8 കിലോമീറ്റർ, കോതയാർ 22 കിലോമീറ്റർ. അപ്പോൾ ആദ്യം പേച്ചിപ്പാറ ആയിരിക്കും. പേച്ചിപ്പാറയിൽ നിന്ന് നേരെ കോതയാർ. പേച്ചിപ്പാറ ഡാമിൻ്റെ ആ ഒരു സർവേർ വ്യൂ ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഫുൾ ഡേ സമയമുണ്ട്. കര വന്ന പിറകെ ചെറിയത് കടലേ, നര വന്ന പിറകെ പുരിയത് ഉലകേ. നമ്മൾ ആ മലയിലേക്കാണ് പോകുന്നതെന്ന് തോന്നും ഈ റോഡ് കണ്ടാലേ. അപ്പം മല കാണാൻ പറ്റുന്നുണ്ടോ? ആ നേരെ സ്ട്രൈറ്റ്. റോഡും ഒരു രക്ഷയില്ല കേട്ടോ. റോഡും നല്ല അടിപൊളി റോഡാണ്. അടിപൊളി റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ റോഡുകൾ വരുന്നില്ല എന്നതിനുള്ള ചോദ്യം അവിടെ ഉയരുകയാണ് സുഹൃത്തുക്കളെ. നോക്കിയേ, ഒരു വില്ലേജിൻ്റെ അകത്തൂടെയുള്ള റോഡാണ്. വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ വില്ലേജ്. അതിൻ്റെ അകത്തൂടെയുള്ള റോഡാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ടാർ ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല ഈ ഇടയ്ക്ക് എന്തെങ്കിലും ടാർ ചെയ്താണോ, ഒന്നും അറിയില്ല. പക്ഷേ റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡ്. ഓ നോക്കൂ, 1 or 2 വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോയാലായി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചിറ്റാർ ഡാം 1 എന്നാണ് അവിടെ ബോർഡ് ചെയ്തിരിക്കുന്നത്. ചിറ്റാർ ഡാമിലോട്ടാണ് വന്നിരിക്കുന്നത്. ചിറ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കണ്ടില്ല, ഒരു വാട്ടർ റിസർവയർ പോലെ അവിടത്തുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് കയറാമെന്നൊന്നും അറിയത്തില്ല, നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്. ഡോർ തുറന്നിടുന്നു, വണ്ടി വെളിയിൽ വെച്ച് നമ്മൾ കയറി. ഇവിടെ നല്ല വ്യൂ ആണ് മെയിനായിട്ടുള്ള ആ ഒരു സംഭവം. സുധീഷ് ബാബു ഫ്രണ്ടേ പോകുന്നുണ്ട് കേട്ടോ. സെറ്റ്. വെയിലിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ടല്ലോ. നോക്കാം. ഓ സെറ്റടാ, സെറ്റ്. ഇപ്പം നല്ല വൈഡ് ആംഗിൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വൈഡായിട്ട് കാണാൻ പറ്റും. സെറ്റ്. കുളിസീൻ അണ്ണൈ അടിപൊളിയാട്ടോ. സെറ്റ്. ഓ വ്യൂ ആണ് സാറേ മെയിൻ. സെറ്റാണേ. ഇവിടെ ഒരു ഇതൊന്നും കണ്ടില്ലല്ലേ ആര്? നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഒരു 500 സെക്യൂരിറ്റിയും കണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഇത് കയറുന്നതിൻ്റെ ഫീസ് അതാണ്. ഇതേപോലെ തമിഴ്നാട്ടിലെ ആനവണ്ടി അല്ല, നമ്മുടെ കേരളത്തിലാണെങ്കിലേ ഇവിടെ ഒരു 100 സെക്യൂരിറ്റിയും കാണും. ക്യാമറ കയറ്റൂല, ഫോൺ കയറ്റൂല. കറങ്ങാൻ പോകും. അത് ശരിയാണ്, ആളില്ല. അടിപൊളി. സെറ്റ്. ഡാമിൽ നിന്നുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കയറുക, ആ ഒരു വ്യൂ കാണുക. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവിടെ നിൽക്കുന്നുണ്ട്. നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അടുത്ത സ്ഥലത്ത് അപ്പോൾ എടുക്കണം വണ്ടി. എടുത്തോ ഓടിച്ചോ, തിരക്കില്ലല്ലോ. ചാവി ഓടിക്കൊണ്ടിരി. അതെ. ഇനി സുധീഷ് കൂടെ ബ്ലാക്ക് ബൈസൺ ഞാൻ എടുക്കുകയാണ്. അത് കുഴപ്പമില്ല. ഹീറോ എക്സ്പൾസ്. അപ്പോൾ നമ്മൾ സുധീഷ് ബ്രോയുടെ ബ്ലാക്ക് ബൈസനെ കൊണ്ട് പോവാണ് കേട്ടോ. ഒരു മാസീവാണ് കേട്ടോ ടാങ്കൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇത് ഓട്ടിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മാസമായിട്ട് തോന്നുന്നുണ്ട്.
ആ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ആണോ? പോളേ ഇനി കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കാം. സെറ്റാണ് കേട്ടോ, സെറ്റ്. സുധീഷ് ബ്രോ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അടിപൊളി കേട്ടാ. ബ്ലാക്ക് ബൈസൺ, സത്യം ഒരു ബൈസൺ തന്നെയാണ്. ഈ ഒരു ടാങ്കിൻ്റെയൊക്കെ ഒരു വലിപ്പം ഉണ്ടല്ലോ, സെറ്റ്. മറ്റേത് ഞാനൊരു കുതിരപ്പുറത്തിരുന്നൊരു ഫീലായിരുന്നു. ഇതിപ്പം കുറച്ച് ഫീല് കുറച്ച് താന്നിരിക്കണോണ്ട് കുറച്ചുകൂടെ കംഫർട്ടുണ്ടോ തോന്നുന്നു. മറ്റേതിന് കംഫർട്ടൊന്നും ഇല്ലയെന്നല്ല, അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. ഇനി ഫുള്ള് ഇതാണ് കേട്ടോ, നമ്മുടെ റബ്ബർ എസ്റ്റേറ്റാണ് ഫുള്ള്. ലൂസ് പെണ്ണെ ലൂസ് പെണ്ണെ ലൂസ് പെണ്ണെ ലൂസ് കയ്യാലൻ മേലെ ലൂസ പേസിറ കാതൽ വാരാത്ത ജന്മാലൊന്നാലെന്നൊക്കെ കാതൽ വാരാത ചായ പുള്ള അത് നെഞ്ചു പൂടിച്ച പുള്ള. അല്ല, നമ്മുടെ നാട്ടിൽ ഈ പട്ടികൾ നിൽക്കുമല്ലോ, അതുപോലെ കുരങ്ങന്മാർ നിൽക്കുന്ന റോഡിൽ. പയ്യെ പോയില്ലെങ്കിൽ എടുത്ത് ചാടി തന്നെ റോട്ടിൽ നിന്ന് മാറിയിക്കണ്ട. നമ്മളവിടെ പട്ടി നിൽക്കൂല, പട്ടികൾ. അയ്യോ വേണ്ട. പട്ടികൾ നിൽക്കുമ്പോലെ ഈ രാത്രി തന്നെ രാവിലെ അല്ലെങ്കിൽ പട്ടികൾ കൂട്ടത്തോടെ കൂട്ടിക്കില്ല, അതുപോലെ കുരങ്ങന്മാർ. പറയാൻ പറ്റില്ല, എടുത്ത് ചാടിക്കഴിഞ്ഞാലേ പട്ടി വണ്ടി കയറി കഴിഞ്ഞാൽ അതവിടെ കിടക്കുകയുള്ളൂ. പക്ഷെ ഈ കുരങ്ങന്മാരാകുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് കേസാവും. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. അപ്പം വണ്ടിക്ക് 20 രൂപയാണ്, ഒരാൾക്ക് 30 രൂപ. അപ്പോൾ 2 പേര് വണ്ടി 60, വണ്ടി എല്ലാം കൂടെ ചേർത്ത് 100 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗോപ്രോയ്ക്ക് അവർ ക്യാഷൊന്നും മേടിച്ചിട്ടില്ല. അല്ലാതെ DSLR അങ്ങനെ എന്തെങ്കിലും ക്യാമറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയാണ് 50 രൂപ മേടിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. സുധീഷ് ബ്രോ ഫ്രണ്ടേ പോകുന്നുണ്ട്. ബൈസൺ, ബ്ലാക്ക് ബൈസണും നമ്മുടെ റെഡ് വുൾഫ് സെറ്റ്. ഒരേ വൈബ്, ഒരേ ചില്ല്. കറക്റ്റ് നമ്മുടെ ഇപ്പോൾ ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ചെറിയ റോഡ് മോശമാണെന്ന് പറഞ്ഞു വന്നത്. അവിടെ അയ്യോ, റോഡ് കുറച്ച് മോശമാണെന്നാണ് പറഞ്ഞത്. എന്നാലും പ്രശ്നമില്ല, ബൈക്കൊക്കെ പോവും. കാറൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 11:20 ആയിട്ടുണ്ട്. 2 മണിക്ക് മുന്നേ തിരിച്ചു വരാൻ നോക്കുക എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പോയിട്ട് 2 മണിക്ക് മുമ്പേ തിരിച്ചു വരാം. ഇതുവരെ ഉള്ളിലോട്ട് ആരും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു വാട്ടർഫാൾ ആണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. ഏത് നമ്മുടെ എന്താ സ്ഥലപ്പേര് മറന്നുപോയില്ല, കോതയാർ വാട്ടർഫാൾ, കോതയാർ ട്വിൻ വാട്ടർഫാൾ, അതാണ് ഇട്ടേക്കുന്നത്. 15 കിലോമീറ്റർ. ആ ചെക്ക് പോസ്റ്റിൻ്റെ 15 കിലോമീറ്റർ. ആ ചെക്ക് പോസ്റ്റിന് 15 കിലോമീറ്റർ. ഇന്നലെയൊക്കെ ആളുണ്ടായിരുന്നു, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ, അതുകൊണ്ട് ആൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണല്ലോ, തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ അതുകൊണ്ട് ആൾ കുറവായിരിക്കും. സാരമല്ല, നമുക്ക് പോയി അറമച്ചിട്ട് വരാം. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫാളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ കാടിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തോ വെള്ളത്തിനകത്തോ ഒന്നും ഇറങ്ങലെന്ന് പറഞ്ഞു. വാട്ടർഫാളിൽ പോവുക, വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കുക, തിരിച്ചു വരിക, അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. 15 കിലോമീറ്റർ അല്ലേ, അതിപ്പോൾ എത്തും. പിന്നെ 15 കിലോമീറ്ററാണ്. ഇതുപോലുള്ള കട്ടർ പിടിച്ച റോഡാണ്. അതുകൊണ്ട് എത്ര സമയം എടുക്കും പോയിട്ട് തിരിച്ചു വരാനെന്ന് അറിയാൻ വയ്യ. എന്നാലും 2 മണിക്ക് മുന്നേ തിരിച്ചു വരാൻ പറഞ്ഞു. ഓക്കെ, നല്ല മോശമാണ്. അപ്പം എൻ്റെ വണ്ടി വലിയ കുഴപ്പമില്ല, സുധീഷ് ബ്രോയുടെ വണ്ടി പയ്യെ വരാൻ പറ്റുള്ളേ. പിന്നെ പ്രശ്നം ഇതുവഴി ടിപ്പറുകൾ പോകുന്നുണ്ട് ഒരുപാട്. ഇതിൻ്റെ അകത്ത് വല്ല കോറിയോ വല്ല ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. എന്നാലും നമുക്ക് പതിയെ പോവാം. റോഡ്
നല്ലതായിരുന്നെങ്കിലേ, നല്ല പോലെ റോഡായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വൈബിലങ്ങ് പോകുമായിരുന്നു. ഇതിപ്പം ഈ ഗിയർ മാറക്കവും ക്ലച്ച് പിടിക്കുകയും ബ്രേക്ക് പിടിക്കുകയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ മൊത്തം വണ്ടിയിലോട്ടങ്ങ് ആയി പോകും. വണ്ടിയിൽ ശ്രദ്ധ വേണം കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇല പൊഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇല പൊഴിച്ച് ഇങ്ങനെ എന്താണ് അല്ല തുണി ഉരുങ്ങി നിൽക്കില്ലേ, നഗ്നയായി നിൽക്കത്തില്ലേ, അതുപോലെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈബ് കുറവുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് മഴ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ സീസൺ ആയിരുന്നെങ്കിൽ ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ തിളിർത്ത് ചെറിയ ഇലകളൊക്കെ വെച്ച് അത് വേറൊരു വൈബാണ്. ആ ഒരു ടൈമിലും വരണം ഇങ്ങോട്ട്, ശരിയല്ലേ? കോതയാർ ഇപ്പോൾ പോണ വഴിക്ക് തന്നെ ഒരു ഇരുമ്പ് അയൺ ബ്രിഡ്ജ്, കോതയാർ അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും അവിടെ നിർത്തി ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കണം. ഇപ്പോൾ സമയം 11:30 മണിയായിട്ടുണ്ട്. 11:30 മണിയായപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തായതുകൊണ്ട് മരങ്ങളുടെ തണലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. നല്ല പഴയ കാലത്തെ മെലഡിയൊക്കെ ഇട്ട്, മെലഡി സോങ്ങൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു യാത്ര. കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഓ, കാറ്റുള്ളതുകൊണ്ട് ഇപ്പം വലുതായിട്ട് ചൂടൊന്നും അറിയാനില്ല. നല്ല വിജിലും വെച്ച സ്ഥലമല്ലേ. പല സൈഡ് ഫുള്ള് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റുകളൊക്കെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു തടാകം പോലെ കാണുന്നുണ്ട്. മിക്കവാറും അത് നമ്മുടെ പേച്ചിപ്പാറ ഡാമിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ ആയിരിക്കാം. ഞാനിപ്പോൾ ഹെൽമെറ്റിൻ്റെ വിൻഷീൽഡ് തുറന്നിട്ടൊക്കെയാണ്, വൈസർ ഓപ്പണാക്കിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് കാറ്റടിക്കുന്നുണ്ട്. വോയിസ് എത്ര കിട്ടുമെന്ന് അറിയാൻ വയ്യ. എൻ്റെ പൊന്നെ മോനെ പൊളിയേ. ഫോറസ്റ്റിലെ ആൾക്കാരാണ്? അല്ലല്ല, തലയെ കെട്ടും കെട്ടി എവിടെ പോട് സെറ്റാ. ഫുൾ ഫോറസ്റ്റാണ് കേട്ടോ. ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അയാൾ. അതുകൊണ്ടായിരിക്കാം പുറത്തുനിന്ന് ഇറങ്ങല്ലെന്ന് പറഞ്ഞത്. അവിടെ എന്തൊക്കെയോ കുറച്ച് ബിൽഡിങ്സ് കാണുന്നുണ്ട്. അയ്യോ, കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്തോ ടാർ ചെയ്താണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇതുവരെ ടാർ എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് മോശമാണ് റോഡ്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടിപ്പറും ലോറിയും എല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും അതുകൊണ്ടൊക്കെ ആയിരിക്കാം റോഡ് ഇത്രയും മോശമാണ്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി. ടാറ്റ 407. ഇതൊരു വൈബാണ് സാറേ. 407 തടിയും കയറ്റി വരുന്നത് കണ്ടോ? നല്ല സൂർ. ഞാൻ വിചാരിച്ചു വണ്ടി മറിഞ്ഞെന്ന്. ആ ലോറി പോയണ്ട, ഞാനാണ് പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചത് കറക്റ്റ് വീഡിയോ കിട്ടി. ടാറ്റ ടാറ്റ. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അയ്യോ, അപ്പം നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മലയിൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതിപ്പം കുറച്ച് വെയിലടിക്കുമ്പോഴത്തേക്ക് ആ തണുപ്പങ്ങ് പോകും. ഓ, രാജാവിൻ പാർവറാണിയ പക്കം. ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല. ഇതിപ്പം മാമ്പഴത്തറ
റോസ് മലയൊക്കെ പോകുമ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു. കാടിനകത്ത് ഒരു ചെറിയൊരു ഗ്രാമം. ആഹാ, വെയിറ്റ് ഷർട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വെയിറ്റ് ഷർട്ടൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളവർ കാണാനുള്ളത്. 50 ലക്ഷം എന്ന് പറഞ്ഞ് 60 ലക്ഷം എന്നും പറഞ്ഞ് ഓരോ വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ടാറ്റ പ്രൈമ LX സെറ്റ്. ഓഫ് റോഡ് പോയി അർമതിക്കാൻ പറ്റിയ റോഡാണ് കേട്ടോ. ഓഫ് റോഡ് ഇതുപോലത്തെ എക്സ്പൾസോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അർമതിക്കാം. അയ്യോ, റോഡില്ലേ, റോഡ് കാണാനില്ല ഗൈസ്. എൻ്റെ പൊന്നോ എന്താണിത്? നമ്മുടെ വലയ സൈഡിൽ കാണുന്നുണ്ടോ? അയ്യോ, ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. ഓ, ഇറങ്ങി അർമതിക്കായിരുന്നു. മുതല കാണുമോ? സെറ്റ്. ആ വെള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല പച്ച കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ആ ഡാമിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഡാമിൻ്റെ ഞാൻ 2 ഓംപ്ലേറ്റ് അടിച്ചിട്ടോട്ടെ. 2 ബുൾസ് അടിക്കാൻ പോവാ. അയ്യോ ബുൾസ് 1 ബുൾസ് 2. എന്താ ബ്രോ? ആ അതുണ്ട്, അതല്ലേ അല്ലെങ്കിൽ വെളി ഇറങ്ങിട്ട് അവിടെ നല്ല സാധനം കിട്ടും. ആ ബ്രോ, 2 ബുൾസായി. അവിടെ എത്ര ബുൾസാ? 2 അവിടെ 2 ബുൾസ്, 2 ഓപ്പറേഷൻ. അയ്യോ കറക്റ്റ് ആ വെയിലത്ത് തന്നെ വണ്ടി കൊണ്ട് വെച്ച്. അയ്യോ, എൻ്റെ ഗോതമംഗലം പോയില്ലേ. ഇനി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് കടയിൽ നിന്ന് അവിടെ നമ്മുടെ വാട്ടർ ബോട്ടിലിൽ കുപ്പിവെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആകെ കമ്പനി ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഫിസ് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അവിടെ നിന്ന് ഓരോ ഫിസ് കുടിച്ചു. ഈ ചൂടിനിടകളെ വണ്ടി ഓടിച്ചിട്ട് ആ തണുത്ത വെള്ളം അങ്ങ് ഈ തൊണ്ട വഴി അങ്ങ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ പൊളിയാണ്. എൻ്റെ വഴി തന്നെ താഴെക്കൂടെ വഴി മാറിപ്പോയി. നമുക്ക് താഴെ വഴിയാണ് പോകേണ്ടത്. പാടി തൊടിയില്ലാതോ പൊന്നാനിലി തകിട തകതിമി തോ തകത പാടി. സൂപ്പർ റോഡ് കൊള്ളാന്ന സുധീഷ് ബ്രോ പറഞ്ഞ. താഴോട്ടെല്ലുമ്പോൾ റോഡ് അടിപൊളി റോഡ് സൂപ്പർ റോഡ് അടിപൊളി. 100 മീറ്റർ കൊള്ളാം, 500 മീറ്റർ മോശം. ഓഫ് റോഡ് അടിക്കണോ? കുഴപ്പമില്ല, അത് താഴെ തന്നെ ഇറങ്ങണം. അല്ല, ഞാൻ ഓഫ് റോഡ് അടിച്ചിട്ട് വരാം. വാ സെറ്റ്. നമ്മളങ്ങനെ ഓഫ് റോഡ് അടിക്കുകയാണ് ഗോയ്സ്. കുഴപ്പമില്ല, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആളിലിട്ട വഴിയാണ് കേട്ടോ. ഇത്രയും മോശമായോണ്ടേ ഒന്ന് നനച്ച് ഉരുകിപ്പോണേ വഴിയാ. സെറ്റ്. വാട്ടർ ക്രോസിങ്, എൻ്റെ പോലെ വാട്ടർ ക്രോസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന വഴിയുടെ അവസ്ഥ ഇതാണ്. ഫുള്ള് കാടാണ്. അപ്പോൾ കുറച്ചൊരു ചെറിയ രീതിയിലൊരു ഓഫ് റോഡൊക്കെ അടിച്ചു. ഇനി അടുത്ത പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡാണ് പോകാനുള്ളത്. അവിടെ ഒരു ചെറിയ വാട്ടർ ക്രോസിങ് പോലെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സംഭവം കണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോവാണേ, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് അർമാദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് ചെറിയ മഴയുള്ളപ്പോൾ ഒരു കാഴ്ചയൊക്കെ തന്നെ വേറൊരു ഭംഗിയായിരിക്കും. മഴയുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തും വേറെ വേറെ വൈബായിരിക്കുമല്ലോ. ഈറ മുള അതുതൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഇറക്കി ഓടിക്കുന്നവരൊക്കെ കാണുമായിരിക്കും. ക്യാമ്പ് ഫയർ പാചകം ഉണ്ടെന്ന് പറയാം. പാചകം സെറ്റല്ലേ? അവിടെ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സെറ്റ് തന്നെ അല്ലേ? അടിപൊളി ക്ലീൻ വാട്ടർ. ആഴം കാണില്ല, ഒഴുക്കും കുറവാണ്. സെറ്റ് മണലാണ്. ഇതൊക്കെ ആളുകൾ കാണില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വന്ന് മണ്ണെടുത്ത് ഇവിടെ വണ്ടി ഇറക്കുന്നുണ്ടോ അവന്മാർ? ആണ്ട ആക്രമിച്ച് നിർത്തിക്കണം. ഇന്നോ ഇന്നലെ കണ്ട് ഇറക്കാന്ന് തോന്നണം പയ്യന്മാർ. സെറ്റ് ഒരു ടെൻ്റൊക്കെ അടിച്ച് നല്ല കുറവുണ്ട്. നീന്തി അറിയാം. നമുക്ക് അവിടെ പോയി നോക്കാം. ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി അങ്ങോട്ട് താഴോട്ട് ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പൾസിൻ്റെ ഫസ്റ്റ് ഓഫ് റോഡ് സെറ്റ്. അങ്ങോട്ട് പോവാം. വണ്ടി അങ്ങോട്ട് ഇറക്കാം. സെറ്റ് ഇരിക്കും. ആ പോണു. രണ്ടുപേരും ഒരുമിച്ച് ഇറക്കുകയും ചെയ്തു. അയ്യോ സ്റ്റാൻഡ് ഇരിക്കല്ല കേട്ടോ. അതാണ് ഓക്കെ. എൻ്റെ തെറ്റായി. അടിയിലൊരു കമ്പ് വെച്ച്. കമ്പാണോ? ഞാൻ എടുക്കാണല്ലോ വിളിക്കണം. അച്ഛാ ബ്രോ എന്തായാലും കല്ല് തന്നു. ഓക്കെ സെറ്റ് 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 സെറ്റ്. നമ്മളെ ചെക്കന്മാരിവിടെ ഇപ്പോൾ ഉണ്ട്. സെറ്റ്. ഇറക്കിയതോ ഇറക്കി തിരിച്ചിഞ്ഞ് കയറ്റുന്ന ആരെയോ വലിയ പാട്. കുഴപ്പമില്ല. പെട്ടു ഗൈസ്. എക്സ്പൾസ് അമ്മേ സെറ്റ് കയറി. അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് കുടുങ്ങി. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. വലിയ ഓഫറാണ്. ഫൈനലി നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയായിരുന്നു കേട്ടോ. അത്രയും കാട് വേണ്ടി ഒരു ജംഗ്ഷനിലെത്തിയായിരുന്നു. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. അടിപൊളി. അയ്യോ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. അതെന്താ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്? അവിടെ ചോദിക്കാനെടുത്ത് ഓക്കെയാണ്. വാട്ടർഫാൾ എനിക്ക് സെറ്റാ. ചോദിച്ചോട്ട് ചേട്ടാ വാട്ടർഫാൾ അവിടെ നേരെ. ഓക്കെ അപ്പോൾ നമ്മൾ വാട്ടർഫാളിലോട്ടുള്ള റോഡ് കയറിയിരിക്കുകയാണ്. സുധീഷ്പുരത്തി ഫുൾ പശുവിൻ്റെ സ്ഥലം ആണെന്ന് തോന്നണേ. ഫുള്ള് കാക്കട്ടോ പശുവിൻ്റെ ചാണകമാണ് റോഡ് ഫുള്ളേ. അല്ല പഴയ വീടുകളിൽ ചാണകം മുഴുവതില്ലേ തറയിൽ ടൈൽസിനൊക്കെ പകരം, അതുപോലെയാണ്. ചാണകം എന്നത്. ഓ സെറ്റടാ മോനെ.
എന്തായാലും കൊള്ളാം. വാട്ടർഫാളിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞതേ. ചർച്ച്, ഈ പള്ളികളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോട്ടെ, ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇടയ്ക്ക് ഞാൻ ബോണക്കാടൊക്കെ പോയില്ലായിരുന്നു. ബോണക്കാട് ഇതുപോലൊരു സൈലൻറ്റ് പ്ലേസാണ്. കറക്റ്റ് അറിയത്തില്ല, ഫുള്ള് സൈലൻറ്റ് പ്ലേസാണ്. എന്നുവെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഫുൾ ആളുകളാണ്. ഇവിടെയൊക്കെ നോക്കി ഒരുപാട് കെട്ടിടങ്ങൾ ഇതുപോലെ അനാഥാര. ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു കെട്ടിടത്തിൽ. കഥമൊക്കെ തുറന്നിടക്കല്ലേ. ഫുള്ള് ഇതൊക്കെ പൈസയാണ്. ഇവിടെ ഒരെണ്ണം, ഒരെണ്ണം കിടക്കുന്ന നോക്കി, അതിൻ്റെ മേളിലൊരെണ്ണം. സെറ്റ്. ഒരുപാട് വീടുകളാണ് കേട്ടോ. വീടുകളോ ഇവരുടെ ക്വാർട്ടേഴ്സോ അങ്ങനെ എന്തൊക്കെയാണ്. മലമണ്ടക്കെത്തിയല്ലോ. ഇങ്ങോട്ടാണ് നമ്മൾ വേറൊരു വൈബായി. നമ്മൾ വന്ന വഴിയേക്കാളും നല്ല റോഡും നല്ല അടിപൊളി റോഡാണ്. നല്ല വൈബാണ് പോകാനായിട്ട്. സെറ്റ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചേട്ടാ. ഞാൻ വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം തിരിച്ച് പോകാനായിട്ട്. ഏകാന്തതയുടെ അപാര തീരം. സെറ്റ്. എന്നത് കമ്പോ കൊണിയോ. സെറ്റാണ് കേട്ടോ, സെറ്റ്. ഇത് അക്കേഷ്യയാണ്, അക്കേഷ്യ. ഓളി. ഇവിടെ ഒരു 5 സെൻറ്റ് പെരടം മേടിച്ചിരുന്നെങ്കിൽ വീടും വെച്ച് താമസിക്കാറ്. 10 സെൻറ്റ് വേണം. 10 സെൻറ്റ് വേണം. 10 സെൻറ്റ്. 5 സെൻറ്റിൽ വീടും വയ്ക്കണം. 5 സെൻറ്റല്ലേ, 2-3 സെൻറ്റ് വീടും വയ്ക്കണം. ബാക്കി എന്തെങ്കിലും കൃഷി ചെയ്ത് ഫുഡ് അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യണം. അവിടെ അങ്ങ് താമസിക്കുക. സോളാർ എടുക്കുക, കറണ്ട് കണക്ഷൻ എടുക്കുക, നെറ്റ്വർക്ക് എന്തെങ്കിലും ചെയ്യുക. നെറ്റ്വർക്ക് നമുക്ക് ബ്രോഡ്ബാൻഡോ സാറ്റലൈറ്റോ വഴി നെറ്റ്വർക്കിന് എന്തെങ്കിലും ചെയ്യുക. ഇവിടെ അങ്ങ് ലാവിഷായിട്ട് താമസിക്കുക. അത്രേ ഉള്ളൂ. അമ്മേ കിസാ പോനെ നമ്മ വലിക്കോ. സെറ്റാണ് കേട്ടോ റോഡ്. ഈ ഒരു അക്കേഷ്യ മരം ഇങ്ങനെ നട്ടേക്കണുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ അക്കേഷ്യര. ഈ റോഡ് ഫുള്ള് എങ്ങനെ നട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇത് എനിക്ക് തോന്നുന്നു ആന ഇറങ്ങാതിരിക്കാൻ. ആന കാണുമായിരിക്കും, കാടല്ലേ, ഫുൾ കാട്. ആ മല കണ്ട എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തോന്നണം. നമ്മൾ പോകുന്ന സ്ഥലം വേറെ, ഈ മല ഒരു ഇത് വേറെ, എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫീലാണ്. സെറ്റ് സംഭവം. ഇങ്ങോട്ട് വന്നില്ല, നമ്മുടെ പകുതിക്ക് വെച്ച് പോയിരുന്ന എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. എവിടം വരെ എത്തും എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമില്ല. തിരിച്ച് ഇതൊക്കെ ഓടിച്ച് കയറ്റണമെന്നുള്ള കാര്യമാണ്. ഇതൊക്കെ ഓടിച്ച് കയറ്റണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഭയന്മാർക്ക്. ഇങ്ങോട്ടുള്ള റോഡല്ല സൂപ്പർ. അധികം വണ്ടികളൊന്നും വരാത്തുണ്ടായിരിക്കാം. അത് മറ്റേ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് പോകുന്നുണ്ട്, ലോറികൾ പോകുന്നുണ്ട്. അതുപോലെ ഇതുവഴി അങ്ങനെ അധികം വണ്ടികളൊന്നും പോകാത്തതുകൊണ്ടാണ് നമ്മുടെ ഇതിങ്ങനെ. അപ്പോൾ ഫൈനലി ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബൈസൺ, റെഡ് വോൾഫ് ഇവിടെ വല്ല വെച്ചിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെ വെള്ളങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതാ വരുന്ന വഴിയിൽ അവനെ വണ്ടി പാർക്ക് ചെയ്ത്. അങ്ങോട്ട് വലിയ വണ്ടികളൊന്നും അലൗഡല്ല കേട്ടോ. വലിയെന്നല്ല, ചെറിയ വണ്ടികൾ അതുവരെ ഒരു ഡെഡ് എൻഡാണ്. അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. പിന്നെ ഇതാ ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കിടപ്പുണ്ട്. നമുക്കിനി പോകാനുള്ളത് ഈ കാറടക്കുന്ന അവിടെ വഴിയുണ്ട്. അവിടെ നിന്ന് മേലോട്ട് പോവാം. കുറച്ചേ ഉള്ളൂ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോയി ആർത്ത വെള്ളച്ചാട്ടത്തിൽ പോയി ഒന്ന് കുളിച്ച് ഇത് റിഫ്രഷായിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഇങ്ങോട്ട് വേണമെങ്കിൽ ഓഫ് റോഡ് അടിക്കാം. നമ്മൾ എക്സ്പ്രസ് വെച്ച് ഓഫ് റോഡ് അടിക്കാം. വേണ്ട, എന്തിനാണ് വെറുതെ.
നമുക്കെന്തായാലും നടന്ന് തന്നെ അങ്ങോട്ട് പോകാം. പിന്നെ എൻ്റെ രണ്ടാമത്തെ ബാറ്ററിയുടെ ചാർജിങ് കഴിയാറായി. ഏകദേശം ഒരു 19% മാത്രമേ ഉള്ളൂ. ഇനി അവിടുത്തെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണിക്കണമല്ലോ. വാട്ടർഫാൾ എങ്ങനെയാണെന്ന് കാണിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം എടുക്കുന്നതാണെങ്കിൽ 2-3 പാർട്ട്, 2-3 മാക്സിമം 3 പാർട്ട്, മിനിമം 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സംബന്ധിച്ച് അത്രയ്ക്ക് കണ്ടൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്ത് കളയാനും പറ്റില്ല. അതുകൊണ്ട് 2 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ട് ആയിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബോഡിയൊക്കെ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളത് അവസാനം ഈ ഒരു വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. ഇതാ പോകുന്ന വഴി സുധീഷ് ബ്രോ ഫ്രണ്ടേ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു വാട്ടർഫാളാണ്. അത്യാവശ്യം വെള്ളം കുറവുണ്ട്. അപ്പോൾ ആ ഒരു വാട്ടർഫാളത്തിൻ്റെ വെള്ളം അത്യാവശ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റും. ഒരു 3-4 പേരൊക്കെ അവിടെ ഉണ്ട്, അവർ കുളിക്കുന്നുണ്ട്. സുധീഷ് ബ്രോ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്, അവിടെ നിന്ന് വരുന്നത് 2 ട്വിൻ വാട്ടർഫാളായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇവിടെ കുറച്ചിനെ കുളിക്കാം. സെറ്റ് ലേഡീസൊക്കെ വന്നിപ്പോൾ ഉണ്ട്. അത്യാവശ്യം സേഫാണ്. ഇവിടെ വരെ എത്തുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് വരാം കേട്ടോ. കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യം ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു വാട്ടർഫാളിൻ്റെ മേളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അവിടെ വഴിയുണ്ട് ബ്രോ, വഴിയുണ്ട്. നമുക്ക് ഒന്ന് കയറി നോക്കാം. സെറ്റാണ്, അടിപൊളി മോനെ, സെറ്റ് അടിപൊളി. ഇത്രയേ ഉള്ളൂ വെള്ളം, വേണ്ട ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ നിന്ന് ഈ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുന്നു, അത്രേ ഉള്ളൂ. സെറ്റ്. ഒരു അരുവി വരുന്നു, പാറയിൽ കൂടി വീഴുന്നു, അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ബ്രോ സംഭവം. സെറ്റ്. എന്തായാലും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാണ്. ഞാൻ വേണ്ട വാ, എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകണം. നമ്മളെ ഗോപ്രോ ആദ്യമായിട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി വാട്ടർ പ്രൂഫ് ആവോ ഇല്ലയോ എന്ന് ഒരു പിടുത്തമില്ല. നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇറക്കാണ്. അയ്യോ കല്ല് വീഴുകയാണ്. ഇവിടെ അപ്പുറത്ത് വരണുണ്ട്. ഓ ഇവിടെ ഫുൾ പായലാണ് കേട്ടോ, എത്തി കിടക്കുകയാണ്. അതാ അടിപൊളി. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഫുള്ള് വെള്ളം വീഴുന്നുണ്ട്. ഫുൾ വൈവാണ്, ഫുൾ ഓണാണ്, അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ വെള്ളം വീഴുന്നുണ്ടല്ലോ, വെള്ളം ശരീരത്തിൽ വീഴുന്നതില്ല, പാറക്കല്ല് പുറത്തുനിന്ന് വീഴും പോലെയാണ്. ഭയങ്കര വേദന. 8%. Corre. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായാലേ. ഇവനാണ് വൈബ്. അടിപൊളി. നടക്കാൻ പറ്റില്ലേ? ഈ സംഭവം വെള്ളം വന്ന് വീണതേ തലയിൽ പാറക്കല്ലിടും പോലെ ഭയങ്കര വേദന.
അപ്പോൾ നമ്മുടെ പാലിലുള്ള കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താഴോട്ട് പോകാനാണ്. 2 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട്. 4 മണിക്കെങ്കിലും അവിടെ എത്തണം. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. സുധീഷ് ബ്രോ ബാക്കിൽ ഇരിപ്പുണ്ട്. ബ്രോ അടിച്ചു പൊളിച്ചോ? ഹാപ്പിയാണ്. അതാണ് ചോർച്ച് പിടിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പയ്യന്മാർക്ക് പറ്റിയ ഒരു ബൈക്ക് റൈഡിന് പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ സംഭവം സെറ്റാണ്. എന്ത് പറയാൻ, കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വന്നാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി മാത്രം വയറിൽ ഡ്രൈവ് ചെയ്ത് അത്രയ്ക്ക് ഓഫ് റോഡാണ് കംപ്ലീറ്റ് ആയിട്ട്. ബൈക്ക് കണ്ടായിപ്പോയി, അത് മെയിൻ വിഷയം. അപ്പോൾ ബൈക്ക് നല്ലപോലെ കണ്ടീഷനാക്കി നല്ല എഞ്ചിനൊക്കെ ഒഴിച്ച് നല്ല ബ്രേക്ക് പാടൊക്കെ മാറ്റിയിട്ട് പുതിയ ബ്രേക്ക് പാഡ് ആയിരിക്കണം അല്ലേ? ടയറൊക്കെ നല്ലപോലെ പഞ്ചറാണായി കഴിഞ്ഞാൽ തീരും. അതെ, പിന്നെ മെയിൻ പറയാനുള്ള വേറെ ബൈക്ക് നല്ല കണ്ടീഷൻ ആയിരിക്കണം. പിന്നെ വരുന്ന ആൾക്കാർ നല്ല ഫിറ്റ്നസ് ആയിരിക്കണം. കാരണം അത്രയ്ക്ക് റോഡ് മോശമാണ്. അപ്പോൾ അതൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വന്ന് സൂപ്പർ എൻജോയ് ചെയ്യാം. അപ്പോൾ ആ ഒരു പൊളപ്പൻ സൂപ്പർ റൈഡ് ഒക്കെ പോയിട്ട് ആ ഒരു വൈബ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബിരിയാണി ആയിരുന്നു. എന്നിട്ട് നേരെ നമ്മുടെ നെട്ട വ്യൂ പോയിൻറ്റിൻ്റെ വേറൊരു സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാലും ആ കാളിമല കുരിശുമലയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതെ സുധീഷ് ബ്രോ ഇരിപ്പുണ്ട്. ബ്രോ ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡ് പൊളിയായിരുന്നു. ആദ്യം കുറെ കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സൂപ്പറായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു. ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കുളിച്ച് വേറൊരു വൈബായി പോയി. സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടുക്കാച്ചി ഞാൻ സുധീഷ് ബ്രോ ഉള്ള ഒരു അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. എന്തായാലും കോംബോ കാണാം, കൊളാബ് സൂപ്പർ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വേറെ പറയാമല്ലോ.